സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു ചോദ്യം ചോദിക്കാം. ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ ഏറ്റവും ആദ്യം നമുക്ക് മരവിപ്പിക്കാൻ സാധിക്കുക? ഞാൻ പറയുന്നു, ചൂടുവെള്ളമാണ് നമുക്ക് ഏറ്റവും ആദ്യം മരവിപ്പിക്കാനായിട്ട് സാധിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള തെളിവ് ഇതിന് പിന്നിലുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എംപെബ എഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ എംപെബ എഫക്റ്റ് എന്നുള്ളതിന് ഈ എംപെബ എന്നുള്ള ഒരു പേര് വരുന്നതിന് കാരണം, ഇത് കണ്ടുപിടിക്കുന്നത് ഒരു ടാൻസാനിയൻ വിദ്യാർത്ഥിയായിട്ടുള്ള ഇറാസ്റ്റോ എംപെബ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. അവൻ ഐസ്ക്രീം ഉണ്ടാക്കുന്നതിനിടയിലാണ് ഇത് കണ്ടുപിടിക്കുന്നത്. പക്ഷെ വളരെ മുമ്പ് തന്നെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു മഹാശാസ്ത്രജ്ഞൻ ഇതിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കൃത്യമാകുന്ന രീതിയിൽ കണ്ടെത്തുന്നത് ആ ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റിന് അടിസ്ഥാനത്തിൽ പറയാം, തണുത്ത വെള്ളത്തിനേക്കാളും വേഗത്തിൽ ചൂടുവെള്ളമാണ് ആദ്യം മരവിപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൂടുവെള്ളത്തിന് തണുത്ത വെള്ളത്തിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് അത് മരവിപ്പിക്കാൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. മാത്രമല്ല, അതിൽ നിന്നും വാതകങ്ങൾ പെട്ടെന്ന് പുറത്തോട്ട് പോകുന്നത് അതിനെ പെട്ടെന്ന് മരവിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് വലിയ പണിയൊന്നുമില്ല. 2 ഐഡൻറ്റിക്കലായിട്ടുള്ള കണ്ടെയ്നേഴ്സ് എടുക്കുക. രണ്ടും ഒരേപോലെ ഇരിക്കുന്ന കണ്ടെയ്നേഴ്സാണ് വേണ്ടത്. രണ്ടിലും നിങ്ങൾ എന്തൊഴിക്കണം? ഒരെണ്ണത്തിൽ ചൂടുവെള്ളം ഒഴിക്കുക, ഒരെണ്ണത്തിൽ തണുത്ത വെള്ളം ഒഴിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ഫ്രീസറിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക ഏറ്റവും ആദ്യം ഏതാണ് മരവിക്കുന്നതെന്ന്. പക്ഷേ ഇതിൽ ശാസ്ത്രജ്ഞന്മാർ തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെടുക്കുന്ന വെള്ളം അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഒരു ഫ്രീസറിൻ്റെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ഇതിൽ ചില വ്യതിയാനങ്ങളൊക്കെ വരാം. പക്ഷേ എങ്കിലും നമുക്ക് ഈ ഒരു എംപെബ എഫക്റ്റ് വെച്ചുകൊണ്ട് പറയാം, ചൂടുവെള്ളം നമുക്ക് തണുത്ത വെള്ളത്തിനേക്കാളും വേഗത്തിൽ നമുക്ക് മരവിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക, ലൈക്കൊക്കെ ഒന്ന് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗൈസ്.